വടക്കുന്നാഥൻ എടുക്കുമ്പോൾ അതിൽ ഒരു കിളി പാട്ട് മുളവേ എന്നുള്ള പാട്ടിലൊരു പോർഷനിൽ ഒരു കിളി പറക്കുന്ന പോലെ തോന്നുന്ന ഒരു സ്ഥലമുണ്ട്. അത് പറന്ന് 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 പറന്നു ഞാൻ എന്ന് പറയുമ്പോ ഒരു ചിറകടി അതിന് വളരെ കൃത്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതൊരു വളരെ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള, വളരെ അത്രയും ആഴത്തിൽ ആ സിറ്റുവേഷൻ മനസ്സിലാക്കുന്ന, വരി മനസ്സിലാക്കുന്ന ഒരു സിംഗുള്ള മ്യൂസിക് ഡയറക്ടർക്ക് പറ്റുന്ന കാര്യമാണ്. വീണ്ടും ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ഗായിക, നിരവധി ഗാനങ്ങൾ രവീന്ദ്രൻ മാസ്റ്റർക്ക് വേണ്ടി പാടിയിട്ടുള്ള ഗായിക, നമ്മുടെ സ്വന്തം ചിത്ര ചേച്ചി രവീന്ദ്ര മാഷെ. പാട്ടുകളുടെ കാര്യം പറയുകയാണെങ്കിൽ ചെന്നൈയിൽ കൊണ്ടുപോയിട്ട് ആദ്യം പാടിപ്പിച്ച പാട്ടെന്ന് പറയുന്നത് കണ്ണോടു കണ്ണായ സ്വപ്നങ്ങൾ എന്നുള്ള പാട്ടാണ്. അത് ജെമിനി സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്തതാണ്. പിന്നെ അതിനുശേഷം ഒരുപാട് പാട്ടുകൾക്ക് മാസ്റ്റർക്ക് വേണ്ടി പാടി. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ട് പറഞ്ഞ വിഷമാണ്, എന്നാലും എൻ്റെ മനസ്സിൽ എപ്പോഴും ആദ്യം ഓടി വരുന്ന പാട്ട് വാർമുകിലേ വാനിൽ നീ വന്നു നിന്നാലോർമകളിൽ ശ്യാമവർണ്ണൻ കളിയാടി നിൽക്കും കദനം നിറയും യമുനാ നദിയായി മിഴിനീർവഴിയും. ഈ പാട്ട്. അതുപോലെ തന്നെ കളഭം തരാം ഭഗവാനിൻ മനസ്സും തരാം എന്നുള്ള പാട്ട്. അതുപോലെ കാർമുകിൽ വർണ്ണന്റെ ഇങ്ങനെ മാസിന്റെ പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ, അങ്ങനെ ഒത്തിരി നല്ല പാട്ടുകൾ ഞാൻ രവീന്ദ്ര മാഷിന്റെ സംഗീതത്തിൽ പാടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ മാഷിന്റെ കുടുംബമായിട്ടും ശോഭ ചേച്ചിയായിട്ടും വളരെ നല്ല അടുപ്പാണ്. എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിഷമം ആയിട്ടുള്ളൊരു കാലഘട്ടത്തിൽ കൂടെ ഞാൻ പോകുമ്പോഴും എന്നെ തിരിച്ച് ഈ മ്യൂസിക് ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവരാൻ കൗൺസിലിംഗ് തന്ന കൂട്ടത്തിൽ ഒരാളാണ് ശോഭ ചേച്ചി. ശോഭ ചേച്ചി ഒരുപാട് കഥകൾ, കൃഷ്ണന്റെ കഥകളും അങ്ങനെ പല കാര്യങ്ങളും, നല്ല ഉപദേശങ്ങൾ തന്ന് എന്നെ വീണ്ടും തിരിച്ച് സംഗീത ലോകത്തേക്ക് കൊണ്ടുവരാനായിട്ട് എന്നെ ഒരുപാട് സഹായിച്ചൊരു വ്യക്തിയാണ് ശോഭ ചേച്ചിയും. മാഷിനെ കുറിച്ച് നടക്കുന്ന ഈ ഒരു ഓർമ്മയിൽ നിന്നും എന്ന പ്രോഗ്രാമിന് എന്റെ എല്ലാ ആശംസകളും. ശോഭ ചേച്ചിയുടെ ഒരു മോട്ടിവേഷനും ചിത്ര ചേച്ചി ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒരു മ്യൂസിക് ഡയറക്ടർ അദ്ദേഹത്തിന്റെ പാട്ടുകളിലൂടെ പ്രേക്ഷകരെ, ആസ്വാദകരെ, ശ്രോതാക്കളെയൊക്കെ ഇങ്ങനെ സന്തോഷിപ്പിക്കുന്നത് പോലെ തന്നെ ഈ ഒരു ഇപ്പൊ പറയുന്ന ഒരു കാര്യം ശോഭേച്ചി പറയുമ്പോ ഇതിനെന്താണ് കാരണം? നമ്മൾ ബാക്കിലോട്ട് ചെന്ന് ചിന്തിക്കുമ്പം രവീന്ദ്രൻ മാഷ് വരുന്നു. രവീന്ദ്രൻ മാഷോടൊപ്പമാണ് ഈ ഇൻഡസ്ട്രിയിലേക്ക് ശോഭ ചേച്ചി എന്ന് പറയുന്ന ഒരാൾക്ക് ആത്മബന്ധങ്ങൾ ഉണ്ടാകുന്നതും തിരുമേനി പറഞ്ഞതുപോലെ വെച്ച് വിളമ്പി കൊടുക്കാൻ പറ്റുന്ന ബന്ധങ്ങൾ ഉണ്ടാകുന്നതെല്ലാം. അപ്പോൾ രവീന്ദ്രൻ മാഷയുടെ ഒരു വിയോഗത്തിന് ശേഷവും ആ ബന്ധങ്ങൾ നിലനിർത്താനും അറിഞ്ഞോ അറിയാതെയോ അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യമായി മാറി ഇത്തരം ചില കാര്യങ്ങൾ, അതും പാട്ടിലേക്കാണ് വരുന്നത്. അത് പിന്നീട് എത്ര നല്ല പാട്ടുകൾ ചിത്ര ചേച്ചി പാടി ഉണ്ടായെന്ന് ചിന്തിക്കുമ്പോൾ അതിലേക്കുണ്ടാകുന്നു. അതൊരു നിമിത്തമാണ്, അതൊരു നിയോഗമാണ്. ഇത്തരത്തിലുള്ള ചില എപ്പിസോഡുകൾ നമ്മളിപ്പോൾ KPC ചില എപ്പിസോഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ രോഹിത് സാറിന്റെ എപ്പിസോഡ് ചെയ്യുമ്പം ഇതിനുശേഷം പുറത്തിറങ്ങി പല ആൾക്കാരെയും കാണുമ്പോൾ അവർ പറയും, നിങ്ങൾ ഇത് ഇന്ന സിനിമ, അയാളുടെ ആ സിനിമയല്ലേ പറയേണ്ടത്, അത് പറയാതെ നിങ്ങൾ ഈ എപ്പിസോഡ് ചെയ്തിട്ട് എന്താ കാര്യം? ഇങ്ങനെ ഓരോരുത്തരും നമ്മളിതിൽ പരാമർശിക്കാതെ പോയ ഓരോ പാട്ട് പറയും, സിനിമ പറയും, കഥാപാത്രങ്ങൾ പറയും, മുഹൂർത്തങ്ങൾ പറയും. പലരും നിങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞ് നിങ്ങൾ 2 മണിക്കൂറിരുന്ന് പറഞ്ഞിട്ട് ആ പടം പറയണ്ടേ ചോദിക്കും. ശരിയാണ്, പറയേണ്ടതാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പരാതി കേൾക്കാൻ പോകുന്ന എപ്പിസോഡുകളിലൊന്ന് ഇതായിരിക്കും. നിങ്ങൾ രവീന്ദ്ര മാഷെ കുറിച്ചൊക്കെ ഇത്രയും നേരം പറഞ്ഞിട്ട് ആ പാട്ട് പറഞ്ഞോ, ഇതല്ലേ പറയേണ്ടിയിരുന്നല്ലത്. കാരണം ഇതിന്റെയൊക്കെ ഒരു സമയപരിധിയും കാര്യങ്ങളും പറഞ്ഞാലും തീരാത്ത, ഓർത്താൽ തീരാത്ത എത്രയോ സൃഷ്ടികളാണ് ഈ ലെജൻസ് ആയിട്ടുള്ള ആളുകള് നമ്മുടെ മുന്നിൽ വെച്ച് തന്നിരിക്കുന്നത്. അവരോരോരുത്തർക്കും ഓരോന്നാണ്, ഓരോ ജീവിതങ്ങളെയും സ്വാധീനിച്ചത് ഓരോ തരത്തിലാണ്, ഓരോ സൃഷ്ടികളിലൂടെയാണ്. ഓർമ്മകൾ ഇനിയും ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും.